പൂക്കോട് വെറ്റിനറി കോളേജിലെ 2ാം വർഷ വിദ്യാർത്ഥിയായിരുന്ന സിദ്ധാർത്ഥൻ എന്നൊരു ചെറുപ്പക്കാരൻ സഹപാഠികളുടെ പീഡനം സഹിക്കവയ്യാതെ ജീവനൊടുക്കിയിട്ട് 41 ദിവസം കഴിഞ്ഞു. ഈ സംഭവം ഉണ്ടായ അന്ന് തന്നെ, ഉണ്ടായെന്നല്ല, അത് പത്രത്തിൽ സാമാന്യം പ്രധാനപ്പെട്ട വാർത്തയായപ്പോൾ തന്നെ ഇതുമായി യാതൊരു ബന്ധവുമില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ച വിദ്യാർത്ഥി സംഘടനയാണ് സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ, അഥവാ SFI. SFI അറിയാവുന്നവർക്കറിയാം, അവരിതുപോലുള്ള ഒരുവിധ ഗുണ്ടായുസത്തിലും ഇടപെടുന്നവരല്ല, അത് ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കുന്നവരുമല്ല. കോളേജിലൊക്കെ റാഗിങ് നടത്തുന്നവരെ ശാരീരികമായിട്ട് തന്നെ കൈകാര്യം ചെയ്യുന്ന ഒരു പ്രസ്ഥാനമുണ്ടെങ്കിൽ അത് SFI ആണ്. അങ്ങനെയുള്ള ഒരു പ്രസ്ഥാനത്തിൻ്റെ, അങ്ങനെയുള്ളൊരു സംഘടനയുടെ ഏതെങ്കിലും പ്രവർത്തകൻ ഇതുപോലുള്ള എന്തെങ്കിലും അനഭിലഷണീയമായ പ്രവൃത്തിയിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവനൊന്നും പിന്നെ ആ സംഘടനയിൽ ഒരു നിമിഷം പോലും സ്ഥാനം ഉണ്ടാകുകയില്ല. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധമുണ്ട് എന്ന് കരുതപ്പെടുന്ന 4-5 പേരെ SFIയിൽ നിന്ന് പുറത്താക്കി. SFIയിൽ നിന്ന് പുറത്താക്കിയാൽ പിന്നെ അവർക്ക് റേഷൻ മേടിക്കാൻ പറ്റുകയില്ല. അവരുടെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടിക്കളയും. പിന്നെ അവർക്ക് ഈ നാട്ടിൽ മറ്റ് പൗരന്മാർക്കുള്ള യാതൊരു അവകാശവും ഉണ്ടായിരിക്കുന്നില്ല. മാത്രമല്ല, SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് സഖാവ് അനുശ്രീ തന്നെ ഈ വിദ്യാർത്ഥിയുടെ വീട് സന്ദർശിക്കുകയും സന്തപ്ത കുടുംബാംഗങ്ങളെ സാന്ത്വനിപ്പിച്ചു. അതിലുപരി നാട്ടിലെ DYFIക്കാർ ഈ സിദ്ധാർത്ഥൻ്റെ വീട്ടുപടിക്കൽ ഒരു ഫ്ലെക്സ് വെച്ചു. പൂക്കോട് വെറ്റിനറി കോളേജിലെ SFI പ്രവർത്തകനായിരുന്ന സഖാവ് സിദ്ധാർത്ഥൻ്റെ അകാല നിര്യാണത്തിൽ അനുശോചിക്കുന്നു, ആദരാഞ്ജലികൾ എന്ന് പറഞ്ഞു. അങ്ങനെ SFIക്കാർ ഈ രക്തസാക്ഷി ഏറ്റെടുത്തു. ഇദ്ദേഹത്തെ പീഡിപ്പിച്ച് മരണത്തിലേക്ക് തള്ളിവിട്ടത് KSUക്കാരും MSFകാരും ABVPക്കാരും ക്യാമ്പസ് ഫ്രണ്ടുകാരും അടക്കമുള്ള മറ്റ് സാമൂഹ്യ വിരുദ്ധ സംഘടനക്കാരാണ് എന്ന രീതിയിൽ ഇവർ പ്രചരണം തുടങ്ങി. ഈ സംഭവം ഉണ്ടായ എൻ്റെ തൊട്ട് പിന്നാലെ സ്ഥലം MLA കൂടിയായിട്ടുള്ള നമ്മുടെ മന്ത്രി അദ്ദേഹത്തിൻ്റെ വീട് സന്ദർശിച്ചു. കുടുംബാംഗങ്ങളോട് പറഞ്ഞു, ഞങ്ങളൊക്കെ കൂടെയുണ്ട്, ഒന്നും ഭയപ്പെടേണ്ടതില്ല, നമുക്ക് വ്യക്തിപരമായിട്ടും മറ്റു തരത്തിലും താല്പര്യമുള്ള കുടുംബമാണ് സിദ്ധാർത്ഥൻ്റേത് എന്ന് പറഞ്ഞു. മൃഗസംരക്ഷണ മന്ത്രിയും ആ വീട് സന്ദർശിച്ചു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് അവിടം വരെ പോകാൻ സമയം കിട്ടിയില്ല. വല്ല ഹരിയാനയിലെ UPയിലൊക്കെ ആണെങ്കിൽ പുള്ളി നിശ്ചയമായിട്ട് ചെല്ലുകയും അപ്പോൾ തന്നെ 10 ലക്ഷം പ്രഖ്യാപിക്കുകയും ചെയ്തത്. ഈ സിദ്ധാർത്ഥൻ്റെ കാര്യത്തിൽ എന്തുകൊണ്ടോ മുഖ്യന് വെഞ്ഞാറമൂട് വരെ പോകാൻ സമയം കിട്ടിയില്ല. അതിലുപരി ഖജനാവിൽ പൈസ ഇല്ലാത്തതുകൊണ്ട് നഷ്ടപരിഹാരവും പ്രഖ്യാപിച്ചില്ല. പക്ഷേ ഒരു കാര്യമുണ്ട് കേട്ടോ, ഈ സിദ്ധാർത്ഥൻ്റെ അച്ഛൻ സെക്രട്ടേറിയറ്റിൽ ചെന്ന് ഇദ്ദേഹത്തെ കാണാൻ ശ്രമിച്ചപ്പോൾ പുള്ളിയുടെ സാധാരണ സ്വഭാവം അനുസരിച്ച് കടക്ക് പുറത്ത് എന്നാണ് പറയേണ്ടിയിരുന്നത്. അത് പറഞ്ഞില്ല. അതിനു പകരം സിദ്ധാർത്ഥൻ്റെ പിതാവ് കൊടുത്ത നിവേദനം കൈപ്പറ്റുകയും കേസ് അന്വേഷണം ഉടൻ തന്നെ CBIക്ക് വിടും എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. പ്രഖ്യാപനം മാത്രമേ ഉണ്ടായുള്ളൂ, CBIക്ക് വിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ ഇത് ആഴ്ച മേൽവിലാസം തെറ്റിപ്പോയി. സെക്രട്ടേറിയറ്റിൽ ഈ മുഖ്യമന്ത്രിയുടെ മൂക്കിന് താഴെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് പലർക്കും സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ്റെ ഓഫീസ് എവിടെയെന്ന് അറിയില്ല. അവിടേക്ക് കേസുകൾ കൈമാറുന്ന രീതി എന്താണെന്നും അറിയില്ല. അതുകൊണ്ട് ഇവർ ഈ സർക്കാരിൻ്റെ തീരുമാനം ഒരു ലാക്കോട്ടിലിട്ട് CBIയുടെ കൊച്ചി ഓഫീസിലേക്ക് അയച്ചു കൊടുത്തു. കൊച്ചി ഓഫീസല്ല ഇത് തീരുമാനിക്കുന്നത്, ഡൽഹി ഓഫീസാണ്. അതിന് ചില നടപടിക്രമങ്ങളുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ ആഭ്യന്തര മന്ത്രാലയവുമായിട്ട് ബന്ധപ്പെട്ട് അവർ മുഖേന വേണം ഇത് CBIക്ക് വിടാനായിട്ട്. പക്ഷേ സെക്രട്ടേറിയറ്റിലിരിക്കുന്ന ഈ നിരക്ഷര കുട്ടികളായിട്ടുള്ള ഉദ്യോഗസ്ഥർക്ക് ഇതറിയില്ല. സിദ്ധാർത്ഥൻ്റെ അച്ഛൻ പറയുന്ന ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിയാണ് ഈ കൊള്ളരായ്മയ്ക്ക് ചൂട്ടുപിടിച്ചത്. അയാളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് കീഴ് ജീവനക്കാരെ ബലിയാടാക്കിയത് നമുക്കറിയില്ല. ഏതായാലും മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം ഗംഭീരമായിട്ട് നടന്നു. ഇതാ CBI വരുന്നു എന്ന് പറഞ്ഞു. പക്ഷേ CBI ഇതുവരെ വന്നില്ല. കാരണം തെറ്റായ മേൽവിലാസത്തിലാണ് പോയത്. ഇപ്പോൾ ശരിയായ മേൽവിലാസത്തിൽ പോയി അവർ കൂടി ബോധിച്ചാൽ മാത്രമേ കേസ് അന്വേഷണം ഏറ്റെടുക്കൂ. ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട വിദ്യാർത്ഥികൾ ജാമ്യം കിട്ടാതെ ജയിലിൽ തുടരുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ സിദ്ധാർത്ഥൻ്റെ അച്ഛൻ ഈ 41ാം ദിവസം ചില വെളിപ്പെടുത്തലുകൾ നടത്തി. അദ്ദേഹം പറയുന്നത് പ്രധാന പ്രതിയെ സംരക്ഷിക്കുന്നത് ആ ഇടുക്കിയുടെ രോമാഞ്ചമായ സഖാവ് MM മണിയാണ്. മറ്റ് പല പ്രതികൾക്കും CPMൻ്റെ സംരക്ഷണമുണ്ട്. അതൊക്കെ പോട്ടെ നോക്കി. അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആരോപണം ഈ കൊലപാതകത്തിൽ SFI സംസ്ഥാന സെക്രട്ടറി സഖാവ് ആർഷോയ്ക്ക് പങ്കുണ്ട് എന്നാണ്. ആർഷോ ഈ പൂക്കോട് വെറ്റിനറി കോളേജിൻ്റെ ഹോസ്റ്റലിൽ നിത്യസന്ദർശകനായിരുന്നു. കഴിഞ്ഞ 1 വർഷമായിട്ട് സിദ്ധാർത്ഥനെ പീഡിപ്പിക്കുന്ന കാര്യം ആർഷോയ്ക്ക് അറിയാം. ആർഷോയുടെ അറിവോടും സമ്മതത്തോടും ഒത്താശയോടും കൂടിയിട്ടാണ് ഈ മർദ്ദനം അവിടെ നടന്നിരുന്നത്. അതുകൊണ്ട് ആർഷോയെ പ്രതിയാക്കണം എന്നാണ് ഈ പിതാവ് ആവശ്യപ്പെടുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. SFI പ്രവർത്തകരാണെന്ന് SFIക്കാർ അവകാശപ്പെടുന്നത് മറ്റ് വിദ്യാർത്ഥി സംഘടനക്കാർ മർദ്ദിച്ചു കൊന്നു എന്ന് ഇവരാരോപിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ മരണത്തിൽ SFIയുടെ സംസ്ഥാന സെക്രട്ടറിക്ക് പങ്കുണ്ട് എന്നൊക്കെ ആരോപിക്കണമെങ്കിൽ എൻ്റെ ബലമായ വിശ്വാസം ഈ സിദ്ധാർത്ഥൻ്റെ അച്ഛൻ ജയപ്രകാശ് എന്ന് പറഞ്ഞ സാധു മനുഷ്യനെ
കോൺഗ്രസ്സുകാരോ അല്ലെങ്കിൽ BJPക്കാരോ ഭയാനകമായിട്ട് തെറ്റിദ്ധരിപ്പിച്ചാണ്. SFIക്കാരോ അങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് നമുക്കറിയാം. ആർഷോ പ്രത്യേകിച്ചും ചെയ്യില്ല. അദ്ദേഹം വളരെ സൗമ്യനായൊരു ചെറുപ്പക്കാരനാണ്. ഇപ്പോൾ ആരിഫ് ഖാനോട് ചോദിച്ചാൽ പോലും ആർഷോയെ പറ്റി ഒരു മോശം അഭിപ്രായം പറയില്ല. ഇത്രയും സൽസ്വഭാവിയായ സകല ഗുണസമ്പന്നനായ ഒരാളെ നമ്മുടെ നാട്ടിൽ കാണാൻ പ്രയാസമാണ്. അപ്പോൾ അങ്ങനെയുള്ള ആർഷോയ്ക്കെതിരായിട്ട് ഇങ്ങനെ ഒരു ദുരാരോപണം ഉന്നയിച്ചതിൻ്റെ പുറകിലുള്ള ചേതോവികാരം ഒന്നുകിൽ അദ്ദേഹത്തെ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചായിരിക്കും, അല്ലെങ്കിൽ അതിനേക്കാൾ സാധ്യത ഇതിൻ്റെ പുറകിൽ CPIക്കാരെല്ലാം മറ്റേ കോൺഗ്രസ്സുകാരോ അതല്ലെങ്കിൽ BJPക്കാരോ അതുമല്ലെങ്കിൽ ലീഗുകാരോ മറ്റാരെങ്കിലും ഉണ്ടാകാം. അതുമല്ലെങ്കിൽ ഇത് കേരള ഗവൺമെൻറ്റിനെ അസ്ഥിരപ്പെടുത്താനുള്ള ഒരു സയനിസ്റ്റ് യാങ്കി സാമ്രാജ്യത്വ ഗൂഢാലോചനയുടെ ഭാഗമായിരിക്കും. കാരണം കേരള ഗവൺമെൻറ് ഏറ്റവും അധികം ഭയപ്പെടുന്നത്, കേരള ഗവൺമെൻറ് ഈ നിലയിൽ തുടരുന്നത് ഏറ്റവും അധികം ഭയപ്പെടുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനാണ്. അത് കഴിഞ്ഞാൽ പിന്നെ വൈസ് പ്രസിഡന്റ് കമല ഹാരിസാണ്. പിന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവാണ്. അപ്പോൾ ഇവരൊക്കെ കണ്ണിൽ കരടായിരിക്കുന്ന കേരളത്തിലെ ഈ കാരണഭൂത സർക്കാരിനെ അട്ടിമറിക്കാൻ വേണ്ടി ഇല്ലാത്തൊരു ദുരാരോപണം ഉന്നയിച്ച് അത് സഖാവ് ആർഷോയെ പോലെ സൽസ്വഭാവിയായ ഒരു ചെറുപ്പക്കാരനെ കൂടി ഇതിൽ പങ്കു ചേർത്ത് അദ്ദേഹത്തെ കൂടി അറസ്റ്റ് ചെയ്യണം എന്ന് ആരോപിക്കുന്നതിലൂടെ സർക്കാരിൻ്റെ പ്രതിച്ഛായ തകർക്കുക, അതും തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന സമയത്ത് സർക്കാരിനെ കുറിച്ച് ജനങ്ങൾക്കുള്ള ഒരു മതിപ്പ് ഇല്ലാതാക്കുക എന്നുള്ളതാണ് അവരുടെ ആവശ്യം. അതാണ് ഞാൻ പറഞ്ഞത്, ഇത് വെറും ഒരു ABVPക്കാരൻ്റെ ബുദ്ധിയിലോ അല്ലെങ്കിൽ KSUക്കാരൻ്റെ ബുദ്ധിയിലോ തോന്നിയ ഒരു ആശയമല്ല. സഖാവ് ആർഷോ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ വിദ്യാർത്ഥി സഖാക്കളുടെ കണ്ണിലെ കൃഷ്ണമണിയെ പോലെയുള്ള ഒരാളാണ്. അതുപോലെ ഒരു യോഗ്യരായ ഒരാളെ ഇങ്ങനെ ഒരു കേസുമായിട്ട് ബന്ധപ്പെടുത്തി ദുരാരോപണം ഉന്നയിച്ചാൽ പല പ്രശ്നങ്ങളുണ്ട്. സഖാവിൻ്റെ രാഷ്ട്രീയ ഭാവിയെ ബാധിക്കുമെന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കല്യാണാലോചന പോലും മുടങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ നമ്മുടെ സിദ്ധാർത്ഥൻ്റെ പിതാവ് എന്നോട് എനിക്ക് പറയാനുള്ളത്, ഈ കാര്യം ഇങ്ങനെയുള്ള ആരോപണങ്ങൾക്ക് ഉന്നയിക്കുമ്പോൾ പല പ്രാവശ്യം ആലോചിക്കണം. SFI എന്ന് പറഞ്ഞ ഒരു ചെറിയ സംഘടനയല്ല, അതിൻ്റെ നേതാവ് എന്ന് വെച്ചാൽ ചെറിയ ആളുമല്ല. അപ്പോൾ ഇത്ര പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ വഹിക്കുന്ന ഒരു സഖാവിനെതിരെ ആരോപണം ഉന്നയിക്കുമ്പോൾ അതിനൊക്കെ കുറച്ചുകൂടി മിതത്വം പാലിക്കണം, സംയമനം പാലിക്കണം, അല്ലെങ്കിൽ പ്രത്യാഘാതം ഭയങ്കരമായിരിക്കും എന്ന് മാത്രമാണ്. ഏതായാലും സിദ്ധാർത്ഥൻ്റെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സിദ്ധാർത്ഥൻ്റെ പിതാവ് ജയപ്രകാശിൻ്റെ തെറ്റിദ്ധാരണകൾ മാറട്ടെ എന്നുകൂടി ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ജയ് ഹിന്ദ്, ലാൽ സലാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.